പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ നിഴലിലാണ്. ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന സൈനിക നടപടികൾ 1.5 വർഷത്തോട് അടുക്കുമ്പോഴും സമാധാനം എന്നത് വിദൂര സ്വപ്നമായി അവശേഷിക്കുന്നു. ഏറ്റവും ഒടുവിലായി മധ്യ ഗാസയിൽ ദൈർ അൽ ബല പട്ടണത്തിൽ തെക്കുള്ള അൽ-സിദ് ക്യാമ്പിന് നേരെ നടന്ന വ്യോമാക്രമണം സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ഇടങ്ങൾ പോലും ഇനി ഗാസയിൽ ഇല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അഭയാർത്ഥി ക്യാമ്പുകളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ഗാസയിൽ നിത്യസംഭവമായി മാറിയിരിക്കുന്നു. അൽ-സിദ് ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ 22 വയസ്സുകാരനായ അബ്ദുൾ റഹ്മാൻ ഖാൻപൂർ എന്ന യുവാവ് കൊല്ലപ്പെട്ടത് വഫ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഹമാസിന്റെ കീഴിലുള്ള റെസ്ക്യൂ സർവീസിന്റെ കേന്ദ്രമായിരുന്നു തകർത്തതെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ സാധാരണക്കാർ താമസിക്കുന്ന കൂടാരങ്ങളാണ് തകർക്കപ്പെട്ടതെന്ന് സിവിൽ ഡിഫൻസ് ഏജൻസി വ്യക്തമാക്കുന്നു. 2 മിസൈലുകളാണ് ഈ ചെറിയ ജനവാസ മേഖലയിലേക്ക് തൊടുത്തുവിട്ടത്. ആദ്യത്തേത് പൊട്ടിത്തെറിച്ചില്ലെങ്കിലും രണ്ടാമത്തെ മിസൈൽ സൃഷ്ടിച്ച ആഘാതം കിലോമീറ്ററുകളോളം ദൃശ്യമായിരുന്നു. സ്ഫോടനം നടന്ന സ്ഥലത്ത് രൂപപ്പെട്ട കൂറ്റൻ ഗർത്തങ്ങൾ ആധുനിക യുദ്ധായുധങ്ങളുടെ ഭീകരത വിളിച്ചോതുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിന് നേരെ നടത്തിയ അപ്രതീക്ഷിതമായ ആക്രമണമാണ് ഈ യുദ്ധത്തിന് ആധാരമായത്. അതിനുശേഷം ഇസ്രായേൽ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അയൺ സ്വെഡ്സ് ഗാസയെ ഒരു ശ്മശാനമാക്കി മാറ്റുകയായിരുന്നു. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവയെല്ലാം തകർക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ വീടുകളിൽ നിന്നും ഒഴിഞ്ഞുപോയി. ഗാസയിലെ ഭൂരിഭാഗം ജനങ്ങളും ഇപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ശുദ്ധജലത്തിന്റെ അഭാവം, പട്ടിണി, പകർച്ചവ്യാധികൾ എന്നിവ ഈ ക്യാമ്പുകളിൽ സാധാരണമാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് പലതവണ വെടിനിർത്തൽ ചർച്ചകൾ നടന്നെങ്കിലും അവയൊന്നും ശാശ്വതമായ പരിഹാരത്തിലേക്ക് നയിച്ചില്ല. ഒക്ടോബർ 10 മുതൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ ആക്രമണം തുടരുന്നതായി ഗാസ ആരോഗ്യ മന്ത്രാലയവും ആരോപിക്കുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം മാത്രം 689-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇതിൽ ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളുമാണ്. ഇതേ കാലയളവിൽ 5 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ഗാസയിലേക്ക് പ്രവേശിക്കുന്നതിൽ കർശന നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ഈ മരണസംഖ്യകൾ ഇതിലും എത്രയോ മുകളിലാകാനാണ് സാധ്യതയെന്ന് മനുഷ്യാവകാശ സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നു. ഗാസയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന സംഘർഷം ഇപ്പോൾ പ്രാദേശിക യുദ്ധമായി മാറിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലെബനിലെ സാഹചര്യമാണ്. ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയതോടെ ഇസ്രായേൽ ലെബനനിൽ ശക്തമായ ബോംബാക്രമണം ആരംഭിച്ചു. വെറുമൊരു വ്യോമാക്രമണത്തിൽ ഒതുങ്ങാതെ തെക്കൻ ലെബനനിൽ കരയുദ്ധത്തിനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ ഊർജിതമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ലെബനനിൽ ഇതുവരെ 1000-ലധികം പേർ കൊല്ലപ്പെട്ടു. അതിൽ 118 പേർ കുട്ടികളാണ്. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും പിന്തുണ നൽകുന്ന ഇറാനെ നേരിട്ട് ആക്രമിക്കാനും ഇസ്രായേൽ മടിക്കുന്നില്ല. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ബോംബാക്രമണങ്ങൾ ലോകമഹായുദ്ധത്തിന്റെ ഭീതി പടർത്തുന്നു. അമേരിക്കയുടെ ശക്തമായ പിന്തുണയോടെയാണ് ഇസ്രായേലി നീക്കങ്ങൾ നടത്തുന്നതെന്നത് റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുന്നുണ്ട്. യുദ്ധത്തെക്കാൾ ഭീകരമാണ് ഗാസയിലെ സാധാരണക്കാരുടെ ജീവിതം. ഗാസയിലെ പ്രധാന ആശുപത്രികളെല്ലാം തകർന്നു. മരുന്നുകളുടെ അഭാവം മൂലം അനസ്തേഷ്യ പോലും ഇല്ലാതെ ശസ്ത്രക്രിയകൾ ചെയ്യേണ്ടി വരുന്നു. ഒരു തലമുറയുടെ വിദ്യാഭ്യാസം പൂർണ്ണമായും നിലച്ചു. വിദ്യാലയങ്ങൾ ഒന്നെങ്കിൽ തകർക്കപ്പെട്ടു, അല്ലെങ്കിൽ അഭയാർത്ഥി ക്യാമ്പുകളായി മാറി. ഗാസയിലേക്കുള്ള ഭക്ഷണ വിതരണം ഇസ്രായേൽ തടയുന്നതായി ഐക്യരാഷ്ട്രസഭ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ പോഷകാഹാരക്കുറവ് മൂലം മരിച്ചു വീഴുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ വംശഹത്യ കുറ്റം ചുമത്തി ദക്ഷിണാഫ്രിക്കയെ നൽകിയ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു. ലോകമെമ്പാടും ഇസ്രായേലിനെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ അമേരിക്ക നൽകുന്ന വീറ്റോ പവർ ഇസ്രായേലിനെതിരെയുള്ള ശക്തമായ നടപടികൾ തടയുന്നു. ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്ന അമേരിക്കൻ നയം വലിയ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. സമാധാന ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ വെടിനിർത്തലിനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇരുവിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തത് പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാക്കുന്നു. ഗാസയിലെ ഈ യുദ്ധം എന്ന് അവസാനിക്കുമെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെങ്കിലും ഓരോ ആക്രമണത്തിലും കൊല്ലപ്പെടുന്ന സാധാരണക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് ഇസ്രായേലിന്റെ രാജ്യാന്തര പ്രതിച്ഛായയെ ബാധിക്കുന്നുണ്ട്. മറുഭാഗത്ത് ഹിസ്ബുള്ളയും ഇറാനും നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ അത് പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ കാരണമാകും. ഇസ്രായേലിന്റെ സുരക്ഷയും പലസ്തീൻ സ്വയംഭരണാധികാരവും ഉറപ്പാക്കുന്ന ദുരാഷ്ട്ര പരിഹാരം മാത്രമാണ് ശാശ്വതമായ പോംവഴിയെന്ന് ഭൂരിഭാഗം രാജ്യങ്ങളും കരുതുന്നു. യുദ്ധത്തിന്റെ യഥാർത്ഥ ഇരകൾ എപ്പോഴും സാധാരണക്കാരാണ്. അബ്ദുൾ റഹ്മാൻ ഖാൻപൂറിനെ പോലെയുള്ള യുവാക്കളുടെ സ്വപ്നങ്ങളും ആയിരക്കണക്കിന് കുട്ടികളുടെ ജീവിതവുമാണ് ഈ മണ്ണിൽ ഹോമിക്കപ്പെടുന്നത്. വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കപ്പെടുകയും ആക്രമണങ്ങൾ തുടരുകയും ചെയ്യുമ്പോൾ ലോകം നിശബ്ദ സാക്ഷിയായി നോക്കി നിൽക്കുകയാണ്. ഈ രക്തച്ചൊരിച്ചിലിന് അറുതി വരുത്താൻ ശക്തമായ രാഷ്ട്രീയ തീരുമാനങ്ങളും മാനുഷിക ഇടപെടലുകളും അനിവാര്യമാണ്.